സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. സേഫ് ആൻഡ് സെക്യൂർ ആണെന്ന് വിശ്വസിക്കുന്നു. നാട്ടിലൊക്കെ നല്ല മഴയുടെ സീസണാണ്. അപ്പം ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതും നല്ല ഇരുട്ടാണ് പുറത്ത് ക്ലൈമറ്റ്, അതുകൊണ്ട് കുറച്ച് ഡാർക്കായിട്ട് വരും, സോറി. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഡിലീഷ്യസും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പായസമാണ്. അതായത് ഓട്സ് പായസം, ഓട്സും ശർക്കരയും കൊണ്ടുള്ള പായസം, ഓട്സ് ജാഗറി ഖീർ. അപ്പോൾ ഇത് ഒരുപാട് ഹെൽത്തി ആണെന്ന് പറയാൻ കാര്യം, പ്രായം ചെന്ന ആൾക്കാരാണേലും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരാണേലും കൂടുതൽ കഴിക്കുന്ന ഒന്നാണ് ഓട്സ്. ഓട്സ് നമ്മൾ ഡെയിലി കഞ്ഞി വെച്ച് കുടിക്കാറുണ്ട്, പാലിലിട്ട് കുടിക്കാറുണ്ട്, പുട്ടുണ്ടാക്കി കഴിക്കാറുണ്ട്, പല രീതിയിൽ ഓട്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഓട്സ് പായസം കുടിച്ചിട്ടുണ്ടോ എത്ര പേരെന്ന് എനിക്കറിയില്ല. ഓട്സ് പായസം പല രീതിയിൽ ഉണ്ടാക്കാം. നമ്മൾക്ക് ശർക്കര വെച്ചും ഓട്സ് പായസം ഉണ്ടാക്കാം, ഷുഗർ വെച്ചിട്ടും നമുക്ക് ഓട്സ് കൊണ്ട് പായസം ഉണ്ടാക്കാം. ഞാനിവിടെ കുറച്ച് കശുവണ്ടി കാഷ്യൂ എടുത്തിട്ടുണ്ട്, ഒരൽപ്പം നമ്മളുടെ റേസിൻസ്, വെളുത്ത ഉണക്കമുന്തിരി ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുന്തിരിക്ക് പകരം നിങ്ങൾ കറുത്തത് വേണേലും ഇട്ടോളൂ, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളടുത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇടാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിക്കോളൂ. ഇത് ജസ്റ്റ് ഒന്നല്പം ഇതിനായിട്ടിടാണ്. പിന്നെ ഇവിടെ ഞാൻ കുറച്ചൊരു കാഷ്യൂ ചെറുതായിട്ടൊന്ന് പൊടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതുണ്ടാക്കി കഴിയുമ്പോൾ പായസം അതിനകത്ത് ഇടയ്ക്കൊന്ന് കടിക്കണ്ടേ, നമ്മൾ ഓട്സ് മാത്രമല്ലേ ഇടുന്നുള്ളൂ. അപ്പോൾ അതിനൊരല്പം ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഒരല്പം കാഷ്യൂ സെപ്പറേറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2-3 ഏലക്ക, ഇവിടെ ചെറുതായതുകൊണ്ട് 4-5 എടുത്തു, ഒരു ചെറിയ പീസ് സോട്ട്, അതായത് നമ്മളുടെ ഡ്രൈ ജിഞ്ചർ, ചുക്ക്, ഒരു കുഞ്ഞു പീസ്. ഈ ഏലക്കായും ചുക്കും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഓട്സ്. ഓട്സ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഒരുപാട് പൊടിയാത്ത ഓട്സ് ആണ് കേട്ടോ. നല്ല എന്താ പറയുന്നത്, കുറച്ച് കട്ടിക്കുള്ള ഓട്സ് കിട്ടും, ഇതായിട്ടിരിക്കുന്നത്, റോ ആയിട്ടിരിക്കുന്നത്, അതും എടുക്കാം. ഇത് ഒരുപാട് അങ്ങ് പൊടിഞ്ഞതല്ല ഓട്സ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കപ്പോളം, 1/4 കപ്പോളം നമ്മളുടെ ജാഗറി സിറപ്പ്, അതായത് ശർക്കര പാനി. ശർക്കര പാനി ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 150 ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിരിക്കുകയാണ്. ഉരുക്കി ഞാനൊരു ചായയുടെ ചണ്ണിയിൽ നമ്മളുടെ അരിപ്പയിൽ അരിച്ചു വെച്ചിരിക്കുകയാണ്. ശർക്കരയിൽ ഒരുപാട് അഴുക്ക് പൊടികളൊക്കെ കാണാൻ സാധ്യതയുണ്ട്, അപ്പോൾ അത് അരിച്ചെടുക്കുക. നല്ല കട്ടിയുള്ള പശുമ്പാൽ ഞാൻ കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതുകൂടെ ആവശ്യമുള്ളത്ര ഒഴിക്കണം. അപ്പോൾ അത് ഞാനിപ്പം അതിൻ്റെ ക്വാണ്ടിറ്റി പറയുന്നില്ല, ഉണ്ടാക്കിയിട്ട് കാണിക്കാം ഞാൻ എത്ര പാല് യൂസ് ചെയ്തു. ഓക്കെ. പിന്നെ നമുക്ക് കുറച്ച് നെയ്യ് കൂടെ വേണം, അതായത് ഘീ, പ്യുർ ഘീ. അത് ഒരുപാട് വേണ്ട, ഒരു 1-2 ടേബിൾ സ്പൂൺ മതി കേട്ടോ. നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കഴിഞ്ഞു. ഒരു 1/2 കപ്പ് ചവ്വരി കൂടി വേണം. ചവ്വരി ഇടുന്നത് ഓപ്ഷണലാണ്. സാഗോ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ആഡ് ചെയ്യണ്ട. നമുക്ക് ഓട്സ് മാത്രം ഇട്ടിട്ടും പായസം ഉണ്ടാക്കാം. പക്ഷേ ഞാനൊരല്പം ഒരു 1/2 കപ്പ് ചവ്വരി കൂടി ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഈ ചവ്വരി ഒന്ന് കഴുകിയിട്ട് ഒരു 7-8 മിനിറ്റ്, നമുക്കൊരു 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ട് മാറ്റി വെക്കാം, എന്നിട്ട് ആഡ് ചെയ്യാം പായസത്തിൽ. ചവ്വരി ഇവിടെ വെന്തിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റോളം ഇപ്പോൾ ഇത് വേവിച്ചു. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഇത്രയും പറ്റിച്ചെടുക്കണം. നമ്മളിത് പായസത്തിൽ ആഡ് ചെയ്യുമ്പോൾ വെള്ളം ഉണ്ടായിരിക്കരുത്, ലൈക്ക് ദിസ്, ഇത്രയും വെള്ളമേ ഉള്ളൂ. ഇപ്പോൾ ഇത് ശരിക്ക് വെന്തു. അപ്പോൾ ഇത് വെന്തോ എന്നറിയാനെടുത്ത് ഒന്ന് കഴിച്ചു നോക്കിയാൽ മതി. ഇത് സോഫ്റ്റ് ആയിരിക്കണം, അകത്തുനിന്ന് ഹാർഡായിരിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ചവ്വരി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ അതിൻ്റെ സ്റ്റാർച്ച് കുറച്ച് കുറഞ്ഞു കിട്ടും. ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിരിക്കുകയാണ്, കാരണം പെട്ടെന്ന് ബേൺ ആവും സ്റ്റീലിൻ്റെ നമ്മൾ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ. നമുക്ക് ആദ്യം ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഈ കാഷ്യൂ ഒന്ന് ചെറിയ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴട്ടിയെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കാം. നമ്മുടെ കാഷ്യൂ ഇവിടെ ആയിട്ടുണ്ട്, നമുക്കതങ്ങ് കോരിയെടുക്കാം. കിഷ്മിഷ് ഒന്ന് ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോകരുത് കേട്ടോ. ഇനി ഇതിൽ ഈ നെയ്യ് ഇവിടെ ഉണ്ട്, ആ നെയ്യിലോട്ട് തന്നെ നമുക്ക് ഈ ഓട്സ് ഇട്ടിട്ടൊന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക. ഈ ഓട്സ് ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ബ്രൗൺ കളർ ആക്കരുത്, കരിക്കരുത്. ഒരു മണം വരും ചെറുതായിട്ട്, ഒന്ന് ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ.
കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്സ് ഇച്ചിരി ഒട്ടുന്ന ഒരു ഇതില്ലേ, ഇച്ചിരി ഒരു സ്റ്റാർച്ച് പോലെ നമ്മൾ കഞ്ഞിയൊക്കെ വെക്കുമ്പോൾ അതുപോലെ ഇരിക്കരുത് പായസം വെക്കുമ്പോൾ. അതിനാണ് നമ്മൾ നെയ്യിൽ ഇതൊന്ന് വറുത്തെടുക്കണേ. അപ്പം ഇതൊരു 3 to 4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വളരെ ചെറിയ നേരിയ കളർ മാറുന്നത് വരെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഓട്സ് ഇവിടെ നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പം നല്ല ഒരു മണം വന്നു തുടങ്ങി, അതിൻ്റെ കളറ് ലൈറ്റ്ലി ഒന്ന് മാറിയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ ആകും, ഒരുപാട് ബ്രൗൺ ആക്കരുത് കേട്ടോ. കാച്ചി വെച്ചിരിക്കുന്ന ശർക്കര പാനി ആഡ് ചെയ്ത് വെക്കാം. മധുരം അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ പഞ്ചസാര കൊണ്ടും നമുക്ക് ഈ ഓട്സ് പായസം ഉണ്ടാക്കാം. നിങ്ങൾക്ക് പഞ്ചസാരയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ, നമ്മളുടെ വീടുകളിൽ കുറേ പേര് പഞ്ചസാരയൊക്കെ കഴിക്കാൻ പറ്റാത്തവരുണ്ട് അല്ലേ. ലൈക്ക് ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആയവരൊക്കെ പഞ്ചസാര കഴിക്കാൻ പറ്റത്തില്ല, ഷുഗർ കഴിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ സ്പെഷ്യലി അവർക്ക് വേണ്ടിയാണ്. നമ്മളൊക്കെ പായസം കുടിക്കുമ്പം അവർക്കും പായസം കുടിക്കണമെന്ന് തോന്നും. അങ്ങനെയാകുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പായസം ഉണ്ടാക്കി കൊടുക്കുക. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് അവർക്ക് കഴിക്കാവുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. സാധാരണ ഓട്സ് ഉണ്ടാക്കാനായിട്ട് ഒരു 5 മിനിറ്റ്സ് എടുക്കാറുള്ളല്ലോ ഓട്സ് വേവാൻ. അപ്പോൾ അത്രയും സമയം തന്നെ ഇതിലും എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ചൗവരി അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചൗവരി ഇനി ബാക്കി ഒരല്പം വേവാനുണ്ടെങ്കിൽ അങ്ങ് വെന്തോളും. ഒരുപാട് ചൗവരി ആഡ് ചെയ്യരുത്. എത്രയും ഓട്സ് എടുക്കുന്നു അതിൻ്റെ 1/4 ചൗവരിയെ എടുക്കാവൂ. ചൗവരി വെന്ത് കഴിയുമ്പോൾ കുറച്ച് പൊങ്ങി കയറും കേട്ടോ. ഇനി ആ ശർക്കരയിൽ കിടന്ന് ചൗവരി കൂടി ഒന്ന് വെന്ത് വരട്ടെ. അതിൻ്റെ മണമെല്ലാം പിടിച്ച് ശർക്കരയുടെ മധുരമൊക്കെ ഒന്ന് പിടിച്ചിട്ട് വെന്ത് വരട്ടെ. നമ്മളുടെ ചൗവരിയും ഓട്സും നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരൽപ്പം പാലൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പശുവും പാലാണ്. പശുവും പാലില്ല നിങ്ങളുടെ അടുത്തൊന്നുണ്ടെങ്കിൽ കവർ പാൽ യൂസ് ചെയ്യാം. ഇവിടെ ഒരു 1/2 ലിറ്റർ പാലാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ലൂസായിട്ട് വേണം ഈ പായസം ഇരിക്കാൻ. ഒത്തിരി കട്ടിക്കായി പോകരുത് പായസം. അതായത് ചൗവരി ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇത് കുറച്ച് കട്ടിയാവും, തിക്കാവും. ഈ പായസം ലൂസായിട്ട് വേണം നമ്മൾ എടുക്കാൻ. കാരണം ഓട്സ് അല്ലെങ്കിലും കാച്ചി കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ കട്ടിയാവാറുണ്ട്. അപ്പം ഓട്സും ചൗവരിയും രണ്ടും കട്ടിയാകുന്ന സാധനമായതുകൊണ്ട് നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണം ഇത് വാങ്ങാൻ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചൗവരി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും കുറച്ച് ലൂസായിട്ട് വേണം ഈ പായസം വാങ്ങാൻ. അല്ലെങ്കിൽ വാങ്ങി പെട്ടെന്ന് തന്നെ ഓട്സ് തിക്കാവും. പിന്നെ കുറച്ച് ഇത് പൊടിച്ച് വെച്ചിരുന്നില്ലേ കാഷ്യൂ, ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് കടിക്കാൻ എന്തെങ്കിലും വേണം. നമ്മളിതിൽ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരല്പം കാഷ്യൂനട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കൊന്ന് കടിക്കാനൊരു ടേസ്റ്റാവും. ലോ ഫ്ലെയിമിൽ 4 to 5 മിനിറ്റിൽ ഒന്ന് ബോയിലാക്കട്ടെ. അപ്പോൾ ഇത് കുറുകി വരുമ്പം നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ പായസം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക. ഇതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ വാങ്ങണം, അല്ലെങ്കിൽ ഇത് കുറുകി പോകും. ഇവിടെ ഞാൻ ഏലക്ക പൊടിച്ചതും ആ ഒരല്പം ചുക്കും കൂടെ, ഒരു നുള്ളു ചുക്കും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. കാർഡമം പൗഡർ ആൻഡ് ഡ്രൈ ജിഞ്ചർ പൗഡർ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഒരു തിള വന്നു. നമ്മൾ ഒരുപാട് തിളപ്പിക്കാൻ നിന്നാൽ ഇപ്പം ഇത് കട്ടിയാകും. പിന്നെ നമുക്ക് ഇത് വാങ്ങി ഇപ്പോൾ വെച്ച് കഴിയുമ്പം തന്നെ കുറുകും ഉടനെ. അപ്പോൾ അങ്ങനെ വരരുത്. ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസി, ലുക്ക് അറ്റ് ദ കൺസിസ്റ്റൻസി. കാഷ്യൂവും ഇതും ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഒരുപാട് ടേസ്റ്റിയാണ് നമ്മളുടെ ഈ പായസം, ഒരുപാട് ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണ്ടേ, എന്നിട്ട് പറയാം ഞാൻ. എല്ലാം നല്ല കറക്റ്റാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ആഹാ, യമ്മി എന്ന് പറഞ്ഞാൽ പോരാ, യമ്മിയം. എല്ലാവർക്കും ഇന്നത്തെ ടേസ്റ്റി ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മളുടെ ഓട്സ് പായസം ഇഷ്ടമായി എന്ന് കരുതുന്നു. Hey friends, hope everyone likes today's very tasty, healthy, delicious
Oats Jaggery Kheer. It's so yummy and so delicious and it's very healthy too. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്, സ്റ്റേ അറ്റ് ഹോം. താങ്ക് യു. Eat healthy, stay healthy. Thank you.